ഒന്നിനൊന്നോട് സാദൃശ്യം ചൊന്നാൽ ഊമയാമത്, മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെപ്പോലെ നിൻമുഖം. ഇതാണ് ഊമയുടെ ലക്ഷണവും അതിൻ്റെ ഉദാഹരണവും. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പ്രഭാരമുള്ള സാറ് പഠിപ്പിച്ചാണ്. പ്രഭാരമുള്ള സാർ അതിഗംഭീരനായ ഒരു അധ്യാപകനാണ്. അതുകൊണ്ട് അദ്ദേഹം പഠിപ്പിച്ച ഒരു വാക്ക് പോലും നമ്മൾ ഇന്ന് ദിവസം വരെ മറന്നിട്ടില്ല. ഞാൻ പഠിച്ച നെടുമ്പാശ്ശേരി മാറത്തനേഴ്സ് ഹൈസ്കൂളിൽ ഈ വൃത്തം, അലങ്കാരം, സന്ധി, സമാസം ഇതൊക്കെ വളരെ കമ്പൽസറി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ അപ്രസ്തുത പ്രശംസയാണെങ്കിലും അർത്ഥാന്തരന്യാസമാണെങ്കിലും ഒക്കെ ഇത്രയും കാലത്തിന് ശേഷവും മറക്കാതെ നമ്മൾ ഇതുപോലെ ഓർമ്മിക്കുന്നു, ഇതുപോലുള്ള വേദികളിൽ പറയുന്നു. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഈ ഉപമ എന്ന് പറഞ്ഞത് ഇത്ര അപകടം പിടിച്ച ഒരു സാധനമാണെന്ന് ഇന്നലെ മനസ്സിലായത്. നമ്മുടെ KPCC പ്രസിഡൻറ്റ് തൃക്കക്കരയിലെ പ്രസംഗവശാൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചങ്ങല പൊട്ടിച്ച പട്ടിയെപ്പോലെ എന്നൊരു പരാമർശം നടത്തി. ചങ്ങല പൊട്ടിച്ച പട്ടി എന്നല്ല പറഞ്ഞു, പട്ടിയെപ്പോലെ. ആ പോലെ വരുമ്പോഴത്തേക്കും ഉപമയെ അതില്ലായിരുന്നെങ്കിൽ വേറെ വല്ലതുമായിട്ട് തെറ്റിദ്ധരിച്ചാൽ. പക്ഷേ ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി CPMകാർ ആകമാനം അസ്വസ്ഥരായി എന്ന് മാത്രമല്ല, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉടനെ തന്നെ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. കെ സുധാകരൻ്റെ പരാമർശം അനുചിതം, ഇത് അങ്ങേയറ്റം അപലപനീയം എന്നൊക്കെ പറഞ്ഞു. EP ജയരാജൻ എറണാകുളത്ത് പത്രസമ്മേളനം തന്നെ നടത്തി ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട്. അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുന്ന സകല ബുദ്ധിജീവികളും പാർട്ടിയുടെ നേതാക്കന്മാരും എല്ലാവരും കെ സുധാകരനെ അപലപിച്ചു. സുധാകരനെ ഉടനെ അറസ്റ്റ് ചെയ്യണം, അയാളെ തുറുങ്കിലടക്കണം എന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി. സുധാകരൻ മാപ്പ് പറയണം എന്ന് ചിലർ പറയുന്നു. സുധാകരൻ പറഞ്ഞത് വളരെ അനുചിതമാണെന്ന് അവർ പറയുന്നു. ഏതായാലും സുധാകരനാണ് തോന്നിയത് അത്ര ഒരു അഭിനന്ദനപരമായ ഒരു പരാമർശമല്ല. അദ്ദേഹം പറഞ്ഞു ഇത് ഉപമയാണ്. അദ്ദേഹം ഏത് സ്കൂളിൽ പഠിച്ചതെന്ന് എനിക്കറിയില്ല, പ്രണ്ണം കോളേജിൽ പഠിച്ചാൽ നമുക്കറിയാം. ഏതായാലും ഉപമ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറഞ്ഞു ഉപമയാണ്, അത് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് പട്ടിയാണെന്ന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഖേദിക്കുന്നു, അത് പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞു. ഖേദിക്കുന്നു എന്നുള്ള വാക്ക് അദ്ദേഹം പറഞ്ഞില്ല, അദ്ദേഹം പറയില്ല. അദ്ദേഹം പിൻവലിക്കുന്നു. അപ്പോൾ അദ്ദേഹം പിൻവലിച്ചപ്പോൾ പ്രശ്നം തീർന്നു എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. ഏതായാലും CPM നേതാക്കന്മാർക്ക് ഉപമ പഠിക്കാനൊരു അവസരം കിട്ടി. ഈ ഉപമ ഉൽപ്രേക്ഷ രൂപകം എന്നൊക്കെ പറഞ്ഞ അലങ്കാരങ്ങൾ മലയാളത്തിൽ AR തമ്പുരാൻ ഉണ്ടാക്കി വെച്ച തമാശക്കല്ല. ഇതുപോലെ നേതാക്കന്മാർക്ക് ആവശ്യം പോലെ ഉപയോഗിക്കാനാണ്. നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെ കൊല്ലത്ത് പണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പോയിട്ട് NK പ്രേമേന്ദ്രനെ കുറിച്ച് പരനാറി എന്ന രീതിയിൽ പരാമർശം നടത്തി. പ്രേമേന്ദ്രൻ്റെ പേര് പറഞ്ഞില്ല, കൊല്ലത്തൂർ പരനാറി മത്സരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഉദ്ദേശിച്ചത് MA ബേബിയാണെന്നും പ്രേമേന്ദ്രൻ അടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചതാണെന്നും ഒരു തിയറിയുണ്ട്. ഏതായാലും ആ പരനാറി പ്രസംഗം കൊണ്ടൊരു ഗുണം കിട്ടി. എന്താ വെച്ചാൽ LDF സ്ഥാനാർത്ഥി അന്യത ജയിക്കുമായിരുന്ന കൊല്ലത്ത് പ്രേമേന്ദ്രൻ നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിന് വീണ്ടും പിണറായി വിജയൻ അവിടെ പ്രചരണത്തിൽ വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു പരനാറി പ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു പരനാറി എപ്പോഴും പരനാറി തന്നെയാണ്, ഞാൻ ഉറച്ചു നിൽക്കും. അതിൻ്റെ ഫലം ഭയങ്കരമായിരുന്നു. കാരണം 1.5 ലക്ഷം വോട്ടിനാണ് പ്രേമേന്ദ്രൻ ജയിച്ചത്. അതുപോലെ അദ്ദേഹം മറ്റ് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ താമരശ്ശേരി മെത്രാനെക്കുറിച്ച് നികൃഷ്ടജീവി എന്ന് പറഞ്ഞത് ഉപമയാണോ ഉൽപ്രേക്ഷയാണോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഭാഷാ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ നികൃഷ്ടജീവി എന്ന് ബിഷപ്പിനെ പറഞ്ഞത് ഉപമയായിരുന്നു, രൂപകമായിരുന്നു, അത് ഉൽപ്രേക്ഷയായിരുന്നു. ഇനി നമുക്കറിയാൻ പാടില്ലാത്തത് വേറെ ഏതെങ്കിലും അലങ്കാരമാണോ എന്നറിയില്ല. ഈ ശുംഭൻ എന്ന വാക്കിന് പ്രകാശം പരത്തുന്നവൻ എന്നൊരു അർത്ഥമുണ്ടെന്ന് ശബ്ദധാരാവലി നോക്കി കണ്ടുപിടിച്ച പോലെ ഇതിപ്പോൾ ഭാഷാഭൂഷണത്തിലോ അല്ലെങ്കിൽ വൃത്തമഞ്ജരിയിലോ അല്ലെങ്കിൽ സാഹിത്യത്തിലൊക്കെ നോക്കി കണ്ടുപിടിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ കേരള വാണിനിയെ നോക്കണം. ഇത് ഏത് അലങ്കാരമാണ്? ഈ പരനാറി അല്ലെങ്കിൽ നികൃഷ്ടജീവി, അതുമല്ലെങ്കിൽ കുലംകുത്തി എന്ന് TP ചന്ദ്രശേഖരനെ വിശേഷിപ്പിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം മരിച്ചതിന് ശേഷം പത്രക്കാർ ചോദിച്ചു അപ്പോഴും പറഞ്ഞു കുലംകുത്തി മരിച്ചാലും കുലംകുത്തി തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ഇവരിങ്ങനെ പരാതിപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാം, മുഖ്യമന്ത്രിയെക്കുറിച്ച് ആർക്കും പറയാൻ പറ്റുകയില്ല. മുമ്പ് വൈദ്യുതി മന്ത്രിയായിരുന്ന MM മണി എന്തൊക്കെ പരാമർശങ്ങൾ ഇവിടെ നടത്തി ഇല്ലേ? ആരെക്കുറിച്ചൊക്കെ പറഞ്ഞു, സ്ത്രീകളെക്കുറിച്ച്, പുരുഷന്മാരെക്കുറിച്ച്, പലരെക്കുറിച്ചും പലതും പറഞ്ഞു. ആളുകൾ പരാതി പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നാട്ടുഭാഷയാണ്, ഉപമയല്ല, ഉൽപ്രേക്ഷയല്ല, രൂപകമല്ല, നാട്ടുഭാഷ. അപ്പോൾ മണിയാശാന് പല സൗകര്യങ്ങളുണ്ട്, അദ്ദേഹത്തിന് നാട്ടുഭാഷയിൽ പറയാം. നമ്മളും മണിയാശാനെക്കുറിച്ച് നാട്ടുഭാഷ പറഞ്ഞ സംഗതി വലിയ പുലിവാലം. അപ്പോൾ മന്ത്രി ആക്ഷേപിച്ചു, അപലപിച്ചു, അവഹേളിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഈ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരും എല്ലാവരും തന്നെ CPMൻ്റെ ആഫീസിൽ നിന്ന് ശമ്പളം പറ്റുന്നവരാണ്, അല്ലെങ്കിൽ അവിടുന്ന് പല ഗുണങ്ങളും പല സൗകര്യങ്ങളും കിട്ടുന്നവരാണ്. അതുകൊണ്ട് CPM നേതാക്കളെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പരാമർശിച്ചാൽ ആകെ പുലിവാലവും. നേരെ വെച്ച് CPM നേതാക്കൾക്ക് കുട്ടി സഖാക്കളടക്കം എന്ത് പരാമർശം നടത്തിയാലും നമ്മൾ സഹിക്കാൻ മാർഗുള്ളൂ. കാരണം എന്താ? അവർ പറയുന്നതിനൊക്കെ ന്യായീകരണമുണ്ട്. കേരള വാണിജ്യ അവരുടെ ഭാഗത്താണ്, സാഹിത്യം അവരുടെ കയ്യിലാണ്, ഭാഷാഭൂഷണവും അവർക്ക് അനുകൂലമാണ്.
AR രാജരാജവർമ്മ തമ്പുരാൻ മരിച്ചു പോയെങ്കിലും ഈ 3 സാധനങ്ങളും അവരുടെ കയ്യിലായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. നമ്മൾ പറഞ്ഞാൽ ക്രിമിനൽ കേസോ അല്ലെങ്കിൽ ഇതുപോലെ സമാധാനപരമായ പ്രചരണം നടത്തും. അവർ പ്രചരണം നടത്തും എന്ന് പറഞ്ഞു. ഇന്നലെ വീണ ജോർജ് വരെ ഇതിനെ അപലപിച്ചു എന്നുള്ളതാണ് എന്നെ ഞെട്ടിച്ച ഒരു വസ്തുത. വീണ ജോർജിൽ ഞാനത് പ്രതീക്ഷിച്ചില്ല. വീണ ജോർജ് പറയുന്നത് ബ്രണ്ണൻ കോളേജിൽ ഓടിയ ഓട്ടം ഇപ്പോഴും KPC പ്രസിഡന്റ് ഓർമ്മയുണ്ടാവുന്നുണ്ട്. സത്യം പറഞ്ഞ് അത് വായിക്കാൻ പൊട്ടിച്ചിരിച്ചു പോയി. ബ്രണ്ണൻ കോളേജിൽ ആരാണ് ഓടിയതെന്നുള്ള കാര്യം വീണ ജോർജിനെ അറിയാത്തതാണോ സൗകര്യപൂർവ്വം വിസ്മരിച്ചതാണോ എന്ന് നമുക്കറിയില്ല. ഒരു പ്രത്യേക ആക്ഷൻ കാണിച്ചത് ആരാണ് എന്നും അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നും ഇന്നിപ്പോൾ ലോകപ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. വീണ ജോർജ് കാര്യം മധ്യതിരുവാങ്കൂറുകാരിയാണെങ്കിലും ഇതുപോലുള്ള പരാമർശങ്ങളൊക്കെ നടത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് എൻ്റെ ഒരു പഴയ സുഹൃത്ത് എന്ന രീതിയിൽ അവരോട് എനിക്ക് സ്നേഹബുദ്ധിയാണ് പറയാനുള്ളത്. അതൊക്കെ നടക്കട്ടെ. ഇങ്ങനെയുള്ള തമാശകൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. സുധാകരൻ തന്നെ പറഞ്ഞു ഭാഷാ പ്രയോഗങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും നല്ലതാണ്. ഇതുപോലുള്ള ചർച്ചകളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വല്ലാതെ ബോറായിപ്പോകും. അതുകൊണ്ട് ഞാനിവരെ രണ്ടുപേരെ അഭിനന്ദിക്കുന്നു. ഉപമയും ഉൾപ്രേക്ഷയും രൂപമൊക്കെ മനുഷ്യ ജീവിതത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ വളരെ പ്രസക്തമാണ്. അത് ഇനിയും എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.